ഓക്കെ. സോ ഇതിന് ഇപ്പൊ ജാസ്മിൻ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അത് പബ്ലിക്കിലാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതിയുടെ പരിഹാരം എന്തായാലും പരാതിക്കാരി ജാസ്മിനും ഒരു മിനിറ്റ് പരാതിക്കാരി ജാസ്മിനും കുറ്റക്കാരൻ ജിൻഡോയുമാണ്. ഒരു മിനിറ്റ്, ജിൻഡോ എന്നുള്ളൊരു ക്യാപ്റ്റനാണ്. അതിനെതിരെ കൃത്യമായി പവർ ടീം ഇടപെട്ട് ഒരു പ്രശ്ന പരിഹാര കമ്മീഷൻ ഞങ്ങൾ ഉടൻ തന്നെ രൂപീകരിച്ച് അത് എത്തരത്തിൽ വേണമെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ ഞങ്ങൾ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ മറ്റാർക്കെങ്കിലും അഭിപ്രായങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. മറ്റാർക്കെങ്കിലും ജിൻഡോ ചേട്ടാ നിങ്ങളെ കൂടെ ചേർത്താ പറയാം. എനിക്ക് പരാതിയുണ്ട്, പറയും. അതായത് ഇന്നലെ രാവിലെ ഇവിടെ ഞാൻ ഇവിടുന്ന് മൈക്ക് എടുത്തരാൻ പറഞ്ഞുള്ളൂ. വിളിച്ചിട്ട് മൈക്ക് എടുത്തരാൻ ജാസ്മിനോട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താനൊന്ന് പോടുന്നതാണ്. മനസ്സിലായോ? മൈക്ക് എടുത്തരാൻ എന്നോട് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ റെസ്പോണ്ട് താൻ ഒന്ന് പോടുന്നതാണ്. അപ്പോഴാണ് ഞാനാ പറഞ്ഞത് ഞാനല്ല പോണ്ടത്, അവളാണ്. കാരണം അവള് എന്നോട് രാവിലെ പറഞ്ഞത് ഞാൻ പോവാണെന്ന്. ഞാൻ അത്രയും പറഞ്ഞത്. നീയാണ് പോണ്ടത്, നീയാണ് എന്നോട് പറഞ്ഞത് രാവിലെ ഞാൻ പോവാണെന്ന്. അത്രയും പറഞ്ഞേനെ. ഞാൻ അത്രയും പറഞ്ഞതിന് ഇവർ രണ്ടുപേരും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. നമ്മളെ എല്ലാവരുടെയും കാരണമാണ്. ഗബ്രി അടക്കം മാനസികമായിട്ട് വിഷമത്തിലാണ്. അതാണ് നമ്മളെല്ലാവരും പറഞ്ഞതിന്റെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ് മാനസിക വിഷമമാണെന്നും അദ്ദേഹം ഭയങ്കര വലിയ ചീത്തയും ഒച്ചപ്പാടും ബഹളവും വൈകുന്നേരം വരെ നമ്മുടെ സമയം കളഞ്ഞു. ബിഗ് ബോസിന്റെ തന്നെ സമയം കളഞ്ഞു. ശരി. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കര നാടകം, അതായത് തല ഇറങ്ങി വീഴുക. അവിടെ ചെന്നപ്പോ തന്നെ അവിടെ വിപിയും കാര്യങ്ങളൊന്നും ശരി ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അത് കുറച്ചു നേരം അവരോട് സംസാരിച്ചപ്പോ പിന്നെ ഫുൾ ആക്റ്റീവായിട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പറ്റിക്കല് ഇവിടെ നടക്കൂല. ആരെയും വ്യക്തിപരമായിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള നാടകങ്ങളൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഞങ്ങൾക്ക് നാടകം കളിക്കാൻ എല്ലാവർക്കും ജിൻഡോ ചേട്ടന്റെ പരാതി പരാതി ഇതുപോലത്തെ ഞാൻ പറയുന്നത് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. മൈക്ക് ഇടാൻ പറഞ്ഞാലാണ് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അല്ല എന്നെ വിളിച്ചിട്ടാ പറഞ്ഞേ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ ഇദ്ദേഹം മൈക്കിടാൻ പറഞ്ഞപ്പോൾ, ഇദ്ദേഹം എന്ന് പറയാമോ, ജിൻഡോ മൈക്കിടാൻ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടെന്നുള്ളതും സംസാരിച്ചു എന്നുള്ളതും ശരിയാണ്. പക്ഷേ വൈകുന്നേരമാണ് പവർ ടീം എന്നുള്ള അധികാരം കൈമാറിയത്. അതുവരെ പവർ ടീം ക്യാപ്റ്റൻ ഞാനായിരുന്നു, പവർ ടീം ഇവരായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഇന്നലെ രാവിലെ വരെ നടന്ന സംഭവങ്ങളിൽ ഈ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തം. ഇപ്പൊ നമുക്കൊരു ഇതുണ്ടല്ലോ, പുറത്താണെങ്കിൽ ഇന്ന പരിധി വരെ ഇന്ന സ്റ്റേഷൻ ഇന്ന പരിധി വരെ. അപ്പൊ ഇന്നലെ രാവിലെ ഉണ്ടായ സംഭവങ്ങൾക്ക് ഇവരാണ് എടുക്കുന്നത്. അത് എടുക്കാത്ത സ്ഥിതിക്ക് ഇവർക്ക് ഈ പരാതി ബോധിപ്പിക്കാമോ? ഇതിന്റെ ശിക്ഷ അത് ജാസ്മിന്റെ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. ഞങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ല. നമ്മൾ ഇത്രയും പേരും ക്യാപ്റ്റൻ ഉൾപ്പെടെ നമ്മൾ ഇത്രയും പേര് അധികാരം ഏൽക്കുന്നതിന് മുൻപുണ്ടായ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയാനോ നടപടി എടുക്കാനോ ഞങ്ങൾക്ക് യാതൊരു അവകാശമില്ല. ഞങ്ങൾ ടോട്ടലി നിന്ന് പിന്മാറുകയാണ്. താങ്ക് യു. പക്ഷെ വ്യക്തിപരമായിട്ടൊരു അധിക്ഷേപം ക്യാപ്റ്റൻ എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ സംസാരിച്ചത്. ബിഗ് ബോസ് ഹൗസിനെ ഞാനും ജാസ്മിനും എന്നിവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല. ഇവിടെ ഒരു ടാസ്കും ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരുടെയും ഡെയിലി ടാസ്കിലോ ജീവിതത്തിലോ നിങ്ങളുടെ ഒന്നിലും ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. ഒരു മൂലയ്ക്ക് വെറുതെ അടങ്ങി ഒതുങ്ങി ആരോടും സംസാരിക്കാതെ ഇരുന്നതാണ് നാടകമെങ്കിൽ ജിൻഡോ അല്ലല്ലോ ഇവിടുത്തെ സൈക്കോളജിസ്റ്റ്. ഈ ടീമിൽ കൃത്യമായിട്ട് ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ വ്യക്തികളും സൈക്കോളജിസ്റ്റുകളും എക്സ്പെർട്ടീസ് ഉള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് വളരെ മനസ്സിലാക്കാവുന്ന ഒരു ധാരണയാണ്. ആ ധാരണ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ മുംബൈയിലുള്ള അത്രയും വലിയൊരു സൈക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനിലേക്ക് നമ്മളെ വിടണമെങ്കിൽ അവർ വിടുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ആണ്. ആ കോമൺ സെൻസ് ഇല്ലാതെ നാടകം ഒരാളുടെ മെന്റൽ ബ്രേക്ക് ഡൗണിനെ ഒരാൾ ഏറ്റവും താഴ്ന്നിരിക്കുന്ന സമയത്ത് ആ മെന്റൽ ബ്രേക്ക് ഡൗൺ അയാൾക്ക് എതിരെ ഉപയോഗിക്കുന്ന ഒരു ക്യാപ്റ്റനെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്.